ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണത്ത് സ്ഥിതി ചെയ്യുന്ന ചോള വാസ്തുവിദ്യാ ശൈലിയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഐരാവതേശ്വര ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിൽ ചോള ചക്രവർത്തിയായ രാജരാജ രണ്ടാമൻ നിർമ്മിച്ച ഈ ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരത്തെ ഗംഗൈകൊണ്ട ചോളീശ്വരൻ ക്ഷേത്രം എന്നിവയോടൊപ്പം ജീവിക്കുന്ന മഹത്തായ ചോള ക്ഷേത്രങ്ങൾ എന്നറിയപ്പെടുന്നു. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണം പ്രദേശത്തുള്ള 18 മധ്യകാല ഹിന്ദു ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് ഐരാവതേശ്വര ക്ഷേത്രം. ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ഹിന്ദുമതത്തിലെ വൈഷ്ണവ ശക്തി പാരമ്പര്യങ്ങളെയും ശൈവമതത്തിലെ ഭക്തിപ്രസ്ഥാന സന്യാസിമാരായ നായന്മാർക്കൊപ്പം ഇത് ആദരവുപൂർവ്വം പ്രദർശിപ്പിക്കുന്നു. ചോളർ തങ്ങളുടെ സാമ്രാജ്യത്തിലുടനീളം നൂറുകണക്കിന് ഹിന്ദു ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ഇതിൽ 4 കല്ലിൽ നിർമ്മിച്ച വിമാനങ്ങൾ ഉള്ള വിശാലമായ സമുച്ചയങ്ങളായിരുന്നു. ഐരാവതേശ്വര ക്ഷേത്രം ഈ 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇത് രാജരാജൻ രണ്ടാമൻ നിർമ്മിച്ചതാണ്. ഉത്സവങ്ങളിൽ, ഘോഷയാത്രകളിൽ ഉപയോഗിച്ചിരുന്ന രഥങ്ങൾ, വാഹനങ്ങൾ രൂപകൽപ്പന ചെയ്തതിനാൽ ഇത് കരക്കോയിൽ എന്ന് തരംതിരിച്ചിട്ടുണ്ട്. മറ്റു 3 ക്ഷേത്രങ്ങൾ രാജരാജൻ ഒന്നാമൻ നിർമ്മിച്ച തഞ്ചാവൂരിലും രാജേന്ദ്രൻ ഒന്നാമൻ നിർമ്മിച്ച ഗംഗൈകൊണ്ട ചോളപുരത്തും കുലോത്തുംഗൻ രണ്ടാമൻ നിർമ്മിച്ച ത്രിഭുവനത്തിലും കാണപ്പെടുന്നു. 1166 പൂർത്തിയാക്കിയ മറ്റൊരു ചതുരാകൃതിയിലുള്ള പ്ലാൻ ഘടനയാണ് ഐരാവതേശ്വര ക്ഷേത്രം. അവശേഷിക്കുന്ന ക്ഷേത്രം ഏകദേശം 107 മീറ്റർ (351 അടി) 70 മീറ്റർ നീളമുള്ള ഒരു കോമ്പൗണ്ട് മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. മതിലിന് പുറത്ത് ഒരു നന്ദി മണ്ഡപവും ധ്വജസ്തംഭവും കാണപ്പെടുന്നു. 23 മീറ്റർ (63 മീറ്റർ) നീളമുള്ള ഒരു സ്തംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിൽ ഗർഭഗൃഹം, അർദ്ധമണ്ഡപം, മുഖമണ്ഡപം, അഗ്രമണ്ഡപം എന്നീ 3 മണ്ഡപങ്ങൾ അടങ്ങിയിരിക്കുന്നു. കലയുടെയും വാസ്തുവിദ്യയുടെയും ഒരു കലവറയാണ് ഈ ക്ഷേത്രം. വിമാനത്തിന് 85 അടി ഉയരമുണ്ട്. മുൻവശത്തെ മണ്ഡപം തന്നെ കുതിരകൾ വലിക്കുന്ന ഒരു വലിയ രഥത്തിൻ്റെ രൂപത്തിലാണ്. ക്ഷേത്രത്തിൽ അതിമനോഹരമായ ചില കല്ലു കൊത്തുപണികളുണ്ട്. പ്രധാന ദേവന്റെ പത്നിയായ പെരിയ നായകി അമ്മൻ ക്ഷേത്രം ഐരാവതേശ്വര ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. തഞ്ചാവൂർ, ഗംഗൈകൊണ്ട ചോളപുരം, കുംഭകോണം എന്നിവിടങ്ങളിലെ ജീവിക്കുന്ന ചോള ക്ഷേത്രങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലം. CE 10-12 നൂറ്റാണ്ടുകൾക്കിടയിൽ ചോളന്മാർ നിർമ്മിച്ചവയാണ്. ഇവയ്ക്ക് ധാരാളം സമാനതകളുണ്ട്. പ്രാദേശിക ഐതിഹ്യമനുസരിച്ച് ഇന്ദ്രന്റെ വെളുത്ത ആനയായ ഐരാവതം ഈ ക്ഷേത്രത്തിൽ ശിവനെ ആരാധിച്ചു. മരണദേവനായ യമനും അങ്ങനെ തന്നെയായിരുന്നു. ഒരു മുനിയുടെ ശാപത്താൽ കഷ്ടപ്പെട്ടിരുന്ന യമനെ ശരീരമാസകലം കത്തുന്ന സംവേദനത്തിൽ നിന്ന് ഐരാവതേശ്വരൻ സുഖപ്പെടുത്തിയെന്നാണ് പാരമ്പര്യം. യമൻ പുണ്യകുളത്തിൽ കുളിച്ച് എരിച്ചിൽ നിന്ന് മുക്തനായി. അതിനുശേഷം ഈ ടാങ്ക് യമതീർത്ഥം എന്നറിയപ്പെടുന്നു. കാവേരി നദിയിൽ നിന്നാണ് ഇതിന് ശുദ്ധജലം ലഭിക്കുന്നത്. 228 അടി വീതിയുമുണ്ട്. തീർത്ഥാടകർ ടാങ്കിൽ കുളിക്കാൻ ആഗ്രഹിക്കുന്നു. സമീപകാലത്ത് രാജരാജ ചോളൻ ഈ ക്ഷേത്രത്തിലെ ലിംഗത്തെ ആരാധിച്ചിരുന്നു. ദക്ഷിണേന്ത്യൻ ക്ഷേത്രലിഖിതങ്ങളുടെ 2ാം വാല്യം പാണ്ഡ്യ രാജാക്കന്മാരുടെ നിരവധി ദാനങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ക്ഷേത്ര ചുവരുകളിൽ ഈ ലിഖിതങ്ങൾ നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് അക്കാലത്ത് ക്ഷേത്രം രാജരാജേശ്വരൻ, രാജപുരം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നതായി കാണാം. അത്തരം 2 ലിഖിതങ്ങൾ ഇവിടെ പകർത്തിയിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലെ ദേവത ദേവനായികി എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ശില്പകലയുടെ അവശിഷ്ടങ്ങൾ പുറം പ്രകാരത്തിൻ്റെ അകത്തെ ഭിത്തിയിലാണ്. തറനിരപ്പിൽ നിന്ന് ഏകദേശം 1 അടി ഉയരത്തിൽ ആധുനിക സർക്കസിൽ കാണുന്ന ജിംനാസ്റ്റിക് പ്രകടനങ്ങളുടെ വ്യത്യസ്ത പോസുകളിൽ കൊത്തുപണികളിൽ അടങ്ങിയിരിക്കുന്നു. സ്ത്രീകൾ തല മധ്യത്തിൽ വെച്ചും കാലുകൾ പരസ്പരം ബന്ധിപ്പിച്ചും ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് രൂപപ്പെടുത്തുന്ന തരത്തിൽ നൈപുണ്യത്തോടെ നെയ്തെടുക്കുന്നത് കാണിക്കുന്നു. ജിംനാസ്റ്റിക് ഷോകളും നൃത്ത പോസുകളും ഉപയോഗിച്ച് ഗ്രാമീണരെ രസിപ്പിക്കുന്ന ഇന്നത്തെ ജിപ്സി ഗോത്രത്തിൻ്റെ ചിത്രീകരണമായിരിക്കാം ഇത്. അത്തരം ജിപ്സികൾ ഇപ്പോഴും രാജ്യത്തിൻ്റെ ഉൾഗ്രാമങ്ങൾ സന്ദർശിക്കുന്നത് കാണാം. പുരുഷന്മാരും സ്ത്രീകളും കാണിക്കുന്ന നിരവധി ശാരീരിക പ്രകടനങ്ങൾ കല്ലിൽ കൊത്തിയിട്ടുണ്ട്. ആന രഥം വലിക്കുന്നതിനാൽ പ്രധാന മണ്ഡപത്തെ രാജഗാംഭീരം എന്ന് വിളിക്കുന്നു. ASI പിന്നീട് ചക്രങ്ങൾ തിരികെ വെച്ചു. സീലിംഗിൽ തുറന്ന താമരയ്ക്കുള്ളിൽ ശിവന്റെയും പാർവതിയുടെയും മനോഹരമായ കൊത്തുപണികളുണ്ട്. ഭരതനാട്യത്തിലെ എല്ലാ നൃത്തഭാവങ്ങളും കല്ലിൽ കൊത്തിയെടുത്തതാണ്. അവയെ ഷോഡശോപചാരങ്ങൾ
എന്ന് വിളിക്കുന്നു. മറ്റൊരു സ്ത്രീയുടെ പ്രസവത്തിൽ സഹായിക്കുന്ന ഗ്രാമീണ സ്ത്രീകൾ 2 സ്ത്രീകളുടെയും തോളിൽ കൈകൾ വെച്ചിരിക്കുന്നതും പ്രസവിക്കാൻ സഹായിക്കുന്നതിന് സ്ത്രീയുടെ കൈകളും വയറും അമർത്തുന്നതും കാണിക്കുന്ന ഒരു കൊത്തുപണിയുമുണ്ട്. ഇവ വളരെ വൈദഗ്ധ്യമുള്ളതും കലാസൃഷ്ടികളുമാണ്. ഇത് ഭൂതകാല സാമൂഹ്യ സാഹചര്യങ്ങളിലേക്ക് ഒരു ദർശനം നൽകിയേക്കാം. കൈലാസം വഹിക്കുന്ന രാവണന്റെ ശിലാരൂപം കലാസൃഷ്ടിയുടെ മികച്ച ഉദാഹരണമാണ്. വീണയില്ലാത്ത ബുദ്ധൻ, ഭിക്ഷാടകൻ, സരസ്വതി എന്നിവരുടെ ശില്പങ്ങളും അർദ്ധനാരീശ്വരൻ, ബ്രഹ്മാവ്, സൂര്യൻ എന്നിവരുടെ ശില്പങ്ങളും കാണാം. നായക് കാലഘട്ടത്തിലെ ചുവരുകളിലെ ചിത്രങ്ങൾ വീണ്ടും വരച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ 2 ദ്വാരപാലകരായ ശംഖനിധിയും പത്മനിധിയും ഗംഭീര രൂപങ്ങൾ കൊണ്ട് യുവത്വത്തിന്റെ ഉജ്ജ്വലമായ ശരീരഘടനാ പ്രകടനങ്ങൾ നൽകുന്നു. ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ചെറിയ മണ്ഡപമുണ്ട്. അതിൽ ഒരു ഗോവണിയുടെ രൂപത്തിൽ 3 പടികൾ കയറിയാൽ എത്തിച്ചേരാം. കല്ലുകൾ കൊണ്ടുള്ള പടികൾ അവയിൽ തട്ടിയാൽ വ്യത്യസ്ത സംഗീത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. 7 സ്വരങ്ങളും വ്യത്യസ്ത പോയിന്റുകളിൽ കേൾക്കാം. ശരിയായ പരിചരണം ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ ഗ്രാമീണ കുട്ടികൾക്ക് കല്ലുകൾക്ക് കേടുപാടുകൾ വരുത്തുമെന്ന് ഭയപ്പെടുന്നു. ഇപ്പോൾ ഈ കൽപ്പടവുകൾ പൂർണ്ണമായും ലോഹ ഗ്രില്ലുകൾ കൊണ്ട് മൂടിയിരിക്കുന്നു, അവ നശിക്കാതിരിക്കാൻ. അതേസമയം പൊതുജനങ്ങളിൽ നിന്നും പ്രാദേശിക ഗ്രാമവാസികളിൽ നിന്നും ഈ സ്മാരകം തടയാൻ പുരാവസ്തു വകുപ്പ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ മഴയ്ക്ക് ശേഷവും ഐരാവതീശ്വര ക്ഷേത്രം വെള്ളപ്പൊക്ക പ്രശ്നങ്ങൾ നേരിടുന്നു. സങ്കല്പിക്കാനാവാത്ത മുനിസിപ്പൽ ആസൂത്രണം കാരണം ക്ഷേത്രം ചുറ്റുമുള്ള റോഡുകളേക്കാൾ താഴ്ന്ന ഉയരത്തിലാണ്. ഇത് മഴക്കാലത്ത് വെള്ളക്കെട്ടിന് കാരണമാകുന്നു. ഈ ശിലാക്ഷേത്രം ഒരു രഥഘടന ഉൾക്കൊള്ളുന്നു. കൂടാതെ ഇന്ദ്രൻ, അഗ്നി, വരുണൻ, വായു, ബ്രഹ്മാവ്, സൂര്യൻ, വിഷ്ണു, സപ്തമാതൃകകൾ, ദുർഗ, സരസ്വതി, ശ്രീദേവി, ലക്ഷ്മി, ഗംഗ, യമുന, സുബ്രഹ്മണ്യൻ, ഗണേശൻ, കാമദേവൻ, രതി തുടങ്ങിയ പ്രധാന വേദ പുരാണ ദേവതകളുടെയും ഉൾക്കൊള്ളുന്നു. ശിവന്റെ പത്നിക്ക് പെരിയ നായികി അമ്മൻ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു സമർപ്പിത ക്ഷേത്രമുണ്ട്. ഐരാവതീശ്വര ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ഒറ്റപ്പെട്ട ക്ഷേത്രമാണിത്. പുറം മുറ്റങ്ങൾ പൂർത്തിയായപ്പോൾ ഇത് പ്രധാന ക്ഷേത്രത്തിന്റെ ഭാഗമായിരിക്കാം. നിലവിൽ ഗോപുരം പോലുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ അവശിഷ്ടങ്ങളിലാണ്. പ്രധാന ക്ഷേത്രവും അനുബന്ധ ക്ഷേത്രങ്ങളും ഒറ്റയ്ക്ക് നിൽക്കുന്നു. 2 സൂര്യഡയലുകൾ ഉണ്ട്, അതായത് രാവിലെയും വൈകുന്നേരവും സൂര്യഡയലുകൾ. അവ രഥത്തിന്റെയും ചക്രങ്ങളായി കാണാൻ കഴിയും. മാഘകാലത്ത് ഒരു വർഷവും ഹിന്ദു തീർത്ഥാടകരുടെ വലിയ ഒത്തുചേരലുകൾ ക്ഷേത്രം ആകർഷിക്കുന്നു. അതേസമയം ദുർഗ, ശിവൻ തുടങ്ങിയ ചില വിഗ്രഹങ്ങൾ പ്രത്യേക പൂജകളുടെ ഭാഗമാണ്. ഐരാവതീശ്വര ക്ഷേത്രം ഇപ്പോഴുള്ളതിനേക്കാൾ വളരെ വലുതായിരിക്കുന്നു. ശ്രീരംഗം ക്ഷേത്രത്തിലേതിന് സമാനമായി സപ്തവീഥികളും 7 മുറ്റങ്ങളും ഇതിനുണ്ടായിരുന്നുവെന്ന് ലിഖിതങ്ങൾ പറയുന്നു. പ്രധാന ക്ഷേത്രമുള്ള ഒരു മുറ്റമൊഴികെ മറ്റെല്ലാം ഇല്ലാതായി. നിലവിലെ സന്ദർശക പരിസരത്ത് നിന്ന് കുറച്ചകലെ ഗോപുരത്തിന്റെ അവശിഷ്ടങ്ങളും ചില ഘടനകളും ഉണ്ട്. ചോള കാലഘട്ടത്തിലെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങളെയും തലസ്ഥാനമായ ഗംഗൈകൊണ്ട ചോളപുരം ഉൾപ്പെടെയുള്ള വിവിധ ചോള നഗരങ്ങളുടെയും പോലെ ഈ സ്ഥലത്തിന് ഒരു ഘട്ടത്തിൽ സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു.